ചിന്തകന്മാരുടെ ഇടയിൽ മികച്ച ചിന്തകനെന്നുള്ള ഖ്യാതി നേടിയത് തത്വജ്ഞാനിയായ വെള്ളാപ്പള്ളി നടേശനായിരുന്നു. അത് ഞങ്ങൾ എത്രയോ പ്രാവശ്യം ഞാൻ പറഞ്ഞ് ഞങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്നില്ല, നിഴലിന് വേണ്ടി യുദ്ധം ചെയ്യല്ലേ, SNDP യോഗത്തിന് പാർട്ടി ഉണ്ടാക്കുക എന്നൊരു ലക്ഷ്യമേ ഇല്ല 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 എന്ന് എത്രയോ പ്രാവശ്യം പറഞ്ഞ്. പക്ഷേ ഇതിപ്പോൾ ഞങ്ങളത് ഉണ്ടാക്കിച്ചേ തീരുള്ളൂ, അടിച്ച് BJP ഭാഗത്ത് കയറ്റിയേ തീരുള്ളൂ എന്ന് ചെറുതൊക്കെ തോന്നി ഞങ്ങൾ എന്ത് ചെയ്യും? ആയിരക്കണക്കിന് അനുയായികളുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണിത്. ഇന്നൊരു കുറുന്തോട്ട് വൈദ്യൻ, നാളെ ഒരു പോസ്റ്റ്മാൻ, അങ്ങനെ ആർക്കും എതിർക്കാവുന്ന ഒരാളാണ് ഞാനെന്ന് വന്നാൽ പിന്നെ എനിക്ക് എന്താ ഒരു പ്രസക്തി? ഒരു രക്ഷയില്ലാതെ വരുമ്പോൾ ഈ അഗ്നിപ്രളയം കണ്ടു വരുമ്പോൾ പാമ്പും തവളയും എല്ലാം ഒരു രക്ഷയില്ലാതെ വരുമ്പോൾ അവർ ഒരു മാളത്തിൽ ചിലപ്പോൾ കയറിയെന്ന് വരികയല്ലേ. ഇവർ അടിച്ചങ്ങനെ കയറ്റണം നിർബന്ധമാണ് അവർക്ക്. ഇതൊരു സന്ദർഭമാണ്. മേലേക്കിടയിലും താഴേക്കിടയിലും എനിക്ക് എന്ത് സ്വാധീനമുണ്ടെന്ന് തെളിയിക്കാൻ കിട്ടിയ ഒരു സന്ദർഭം. ഇത് ഞാൻ ഉപയോഗിക്കും. ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിയല്ലേ BJP. അവർ തള്ളണമെന്ന് പറയാൻ എനിക്കിന്റെ ഭ്രാന്താണ്. ഞങ്ങളെ സ്നേഹിക്കുന്നവരാരായാലും അവരോട് തീർച്ചയായിട്ടും സ്നേഹം കൊടുക്കുവാനും സ്നേഹം സ്വീകരിക്കുവാനും ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ ഇതിപ്പോൾ ഞങ്ങളത് ഉണ്ടാക്കിച്ചേ തീരുള്ളൂ, അടിച്ച് BJP ഭാഗത്ത് കയറ്റിയേ തീരുള്ളൂ എന്ന് ചെറുതൊക്കെ തോന്നി ഞങ്ങൾ എന്ത് ചെയ്യും? ഇതൊരു സന്ദർഭമാണ്. മേലേക്കിടയിലും താഴേക്കിടയിലും എനിക്ക് എന്ത് സ്വാധീനമുണ്ടെന്ന് തെളിയിക്കാൻ കിട്ടിയ ഒരു സന്ദർഭം. ഇത് ഞാൻ